കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഷലോം. ലൂക്കോസിലെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ. എന്താണ് 8 ദിവസം തികഞ്ഞപ്പോൾ? അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേർ വിളിച്ചു. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധം ആയിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. അടുത്ത വാക്യം, നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനശേഷം നടന്നതായ ചില ശ്രേഷ്ഠമായ കൗതുകകരമായ ചില വിചിത്രമായ സംഭവങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നു. മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഡയറക്റ്റായിട്ട് മത്തായി ഹെരോദാവ് രാജാവിനെ പരിചയപ്പെടുത്തുന്നു. ഹെരോദാവ് രാജാവ് യഹൂദ രാജ്യം ഭരിക്കുന്നതായ കാലത്ത് കിഴക്കുനിന്നുള്ള വിദ്വാൻമാർ വന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോഴേക്കും യേശുക്രിസ്തു ജനിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിരുന്നു. അതായത് ഈ വിദ്വാൻമാർ നക്ഷത്രം കണ്ടിട്ട് അതിനെ പിന്തുടർന്ന് യാത്ര ചെയ്ത് വന്നു. അങ്ങനെ യാത്ര ചെയ്തു വരുവാനായി കുറെ കാലം എടുത്തതായിട്ട് കാണാം. 2 വയസ്സിനകത്ത് പ്രായമുള്ള ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയുക എന്ന് ഹെരോദാവ് രാജാവ് കൽപ്പിച്ചതിന്റെ കാരണമെന്താണെന്ന് വെച്ചാൽ, ഈ വിദ്വാൻമാർ നക്ഷത്രം കണ്ടതായ സമയത്ത് അതിന്റെ വിവരങ്ങളെല്ലാം ഹെരോദാവ് രാജാവ് ചോദിച്ചറിയാനിടയായി. അതുകൊണ്ട് തനിക്ക് മനസ്സിലായി യേശുക്രിസ്തുവിന്റെ ജനനം നടന്നിട്ട് ഏകദേശം 1.5-2 വർഷക്കാലം ആയിരിക്കുന്നു എന്ന് ഹെരോദാവ് മനസ്സിലാക്കി. അത് വിദ്വാൻമാർ കൊടുത്തതായ അറിവനുസരിച്ചാണ്. അതുകൊണ്ട് ഹെരോദാവിന് ഒരു കാര്യം മനസ്സിലായി. അത് എന്താണെന്ന് വെച്ചാൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്നതായ ഈ ശിശുവായ യേശുക്രിസ്തുവിന് ഏകദേശം 1.5 മുതൽ 2 വയസ്സുവരെ പ്രായം ഉണ്ടായിരിക്കാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ 2 വയസ്സിനുള്ളതായ ശിശുക്കളെ, ആൺകുട്ടികളെയെല്ലാം കൊല്ലിക്കാനിടയായി. അതായത് മത്തായിയുടെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മത്തായിയുടെ 2-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനവും അതുപോലെ ജനിച്ചതായ യേശുക്രിസ്തുവിനെ കാണുന്നതിനു വേണ്ടി കിഴക്കുനിന്ന് വിദ്വാൻമാർ കടന്നു വരുന്നതും അവർ വന്ന് അവനെ നമസ്കരിക്കുന്നതും എല്ലാം എഴുതിയിരിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിനും 2-ാമത്തെ അധ്യായത്തിനും ഇടയ്ക്ക് ഏകദേശം 1.5 മുതൽ 2 വർഷത്തോളം കാലയളവുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെയും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിനും 21-ാമത്തെ വാക്യത്തിനും ഇടയിൽ കാണുന്നതായ ഇടവേള കേവലം 8 ദിവസങ്ങൾ മാത്രമാണ്. എത്ര ദിവസങ്ങളാണ്?
8 ദിവസം മാത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനന ശേഷം നടന്നതായ ചില സംഭവങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. 8-ാമത്തെ ദിവസം കടന്നു വന്നിരിക്കുന്നു. മറിയയിൽ കൂടി ലോകത്തിലേക്ക് വന്നിരിക്കുന്നതായ യേശുക്രിസ്തുവിനെ അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? ദൈവകൽപ്പന അനുസരിക്കുവാനായി. ആ വചനം എന്താണ്? ആദ്യഫലം ദൈവത്തിന് സമർപ്പിക്കണം. മറിയ വചനപ്രകാരം ജീവിച്ചതായ ഒരു മാതാവായിരുന്നു. അക്ഷരാർത്ഥത്തിൽ യോസേഫ് യേശുക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്നില്ല എങ്കിലും മറിയയിൽ നിന്ന് ജനിച്ചതായ യേശുക്രിസ്തുവിനെ പോറ്റുന്നതിന് വേണ്ടി യോസേഫ് ഒരു വളർത്തച്ഛനായിട്ട് മാറാനിടയായി. യോസേഫ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യോസേഫും വചനത്തെ സ്നേഹിച്ചിരുന്ന ഒരു നീതിമാൻ ആയിരുന്നു. യേശുവിനെ വളർത്തിക്കൊണ്ടുവരുന്ന പിതാവായി യോസേഫും യേശുവിനെ പ്രസവിച്ചതായ മറിയയും, ഇവർ രണ്ടുപേരും വചനത്തിന് വില കൊടുത്ത ആളുകളാണ്, ആത്മീയരാണ്. ദയവുചെയ്ത് കേൾക്കുക. ആരാണോ വചനത്തിന് വില കൊടുക്കുന്നത് അവർക്ക് മൂല്യമുള്ള ഒരു ആത്മീയ ജീവിതമുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ മൂല്യത്തെ തീരുമാനിക്കുന്നത് വിലയേറിയ വചനമാണ്. ഈ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഈ വചനം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം വിലയേറിയതായിട്ട് മാറും, മൂല്യമുള്ളതായിട്ട് മാറും. ഏതു വ്യക്തിയാണോ വചനത്തെ വിട്ട് ജീവിക്കുന്നത്, വചനത്തിന് വില കൊടുക്കാതെ ജീവിക്കുന്നത്, അവന് മൂല്യമുള്ള ഒരു ജീവിതം കാണുകയില്ല. ഇവർ രണ്ടുപേരും ചേർന്നൊരു തീരുമാനമെടുത്തു. എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ വില കൊടുക്കണം, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കണം. ദൈവം മറിയയ്ക്ക് പ്രഥമഫലമായി യേശുവിനെ കൊടുത്തു. ആ യേശുക്രിസ്തുവിനെ, ആ പ്രഥമഫലത്തെ ദൈവത്തിനായി സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളിൽ പ്രഥമഫലത്തെ നിങ്ങൾ എന്തു ചെയ്യണം? എന്താണ് പറയുക? ദൈവത്തിന് സമർപ്പിക്കണം. മറിയയിൽ ജനിച്ചതായ കുഞ്ഞിനെ, യോസേഫ് വളർത്തുന്നതായ ആ കുഞ്ഞിനെ എന്തു ചെയ്തെന്നറിയാമോ? ദൈവത്തിനായി സമർപ്പിച്ചു. ദൈവത്തിന് ഏകജാതനായിരുന്നതായ പുത്രനെ ദൈവം എന്താണ് ചെയ്തത്? അവൻ നിനക്ക് വേണ്ടി, അതുപോലെ എനിക്ക് വേണ്ടി ദാസനായി സമർപ്പിക്കുവാൻ ഇടയായി എന്ന് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഒരേയൊരു പുത്രനെ ദൈവം ദാസനായി അയച്ചു. എന്നാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്നതായ മക്കളെ നീ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ചിലർ ഡോക്ടേഴ്സ് ആക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ എഞ്ചിനീയേഴ്സ് ആക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ IPS ഉദ്യോഗസ്ഥന്മാരാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കണം, ഉന്നത നിലവാരത്തിലെത്തണം. അതേസമയത്ത് നിങ്ങൾ മറക്കരുത്, അവർ ഉന്നതനായ ദൈവത്തെ സേവിക്കുവാനിടയാകണം എന്നുള്ള ആലോചന മാത്രം ദയവ് ചെയ്ത് മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് വചനം കേൾക്കുവാൻ കഴിയുന്നു. ലക്ഷക്കണക്കിന്, അതുപോലെ കോടിക്കണക്കിന് ആളുകൾക്ക് വചനം കേൾക്കുവാൻ കഴിയുന്നു. കാരണമറിയാമോ? എന്നെ എൻ്റെ മാതാവ് ദൈവവേലയ്ക്കായി സമർപ്പിച്ചതുകൊണ്ട്. ഞാൻ ദൈവവേലയ്ക്കായിട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് സന്തോഷത്തോടെ അത് അംഗീകരിച്ചു. എതിർത്ത് പറഞ്ഞില്ല, തടസ്സം നിന്നില്ല. ഇന്നു ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ വചനം കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമുക്ക് കാൽവറി ടെമ്പിൾ എന്ന മനോഹരമായ ഒരു ആലയം ദൈവം തന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്നെക്കാളധികം ദൈവത്തിന്റെ വേല ചെയ്യുന്നതായ ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരണം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരണം, നിങ്ങളുടെ മക്കൾ വരണം. വരുവാനുള്ള തലമുറയോട്, വരുവാനുള്ള ജനത്തോട് ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള സത്യ സുവിശേഷത്തെ അറിയിക്കുവാനുള്ള ദൈവദാസന്മാർ കടന്നു വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ ഒരു വ്യക്തിയെയെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്കായി സമർപ്പിക്കണം. അതാണ് വചനമനുസരിച്ചുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം. ശിമിയോൻ എന്ന് പേരുള്ളതായ ഒരു നീതിമാനായ മനുഷ്യൻ, ഒരു ഭക്തൻ യെരുശലേമിൽ ഉണ്ടായിരുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനായിരുന്നു. ദൈവം അവനോട് അരുളി ചെയ്തു, ശിമയോനേ, നീ എന്റെ പുത്രനെ കാണുന്നതുവരെയും നീ മരിക്കുകയില്ല. എന്റെ പുത്രനെ നീ കാണും, നീ അവനെ കണ്ടുമുട്ടും. ലോകരക്ഷകനെ നീ കാണുവാനിടയാകും. മിശിഹായെ നീ കണ്ടുമുട്ടും. മിശിഹായെ കണ്ടതിന് ശേഷം മാത്രമേ നീ കണ്ണുകളടയ്ക്കൂ.
എന്ന് ദൈവം തന്നോട് അരുളിച്ചെയ്യാനിടയായി. ആ ദിവസം എന്നാണോ വരുന്നത്, തനിക്കെപ്പോൾ മിശിഹായെ കണ്ടുമുട്ടുവാൻ കഴിയും, എപ്പോൾ കാണുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ഈ ശിമിയോൻ എന്നു പേരുള്ളതായ ഭക്തൻ, ഈ നീതിമാൻ, ആലയത്തിൽ വരുന്നതായ എല്ലാ വ്യക്തികളെയും എല്ലാ ദിവസവും ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. കടന്നുവരുന്ന എല്ലാ ആളുകളെയും ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. കാരണമറിയാമോ, ഏതെങ്കിലും ഒരു ദിവസം ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസം ഉണ്ടാകും. ആ ദിവസം കടന്നു വരുമ്പോൾ എനിക്ക് അത് നഷ്ടമാകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീതിമാനായ ഈ ഭക്തൻ ആ ദൈവാലയത്തിൽ കടന്നു വരുന്നതായ എല്ലാ വ്യക്തികളെയും പരിശോധിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഒരു ദിവസം മറിയയും യോസേഫും 8 ദിവസം പ്രായമുള്ള ശിശുവുമായിട്ട് സാവധാനം ദൈവാലയത്തിലേക്ക് കടന്നുവരുന്നു. ശിശുവുമായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ ശിമിയോൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവർ ആ കുഞ്ഞിനെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ശിമിയോൻ എന്ന് വിളിക്കുന്നതായ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ആ ശിശുവിനെ വച്ചുകൊടുത്തു. ആ കുട്ടിയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നതായ കുഞ്ഞാണ് ലോകത്തെ വിടുവിക്കുന്നതിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടതായ രക്ഷകൻ എന്ന് അരുളിച്ചെയ്തപ്പോൾ ആ ശിമയോൻ ഒരുപാട് ആശ്ചര്യപ്പെട്ടു. നാഥാ, ആ ശിശുവിനെ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട്, നാഥാ, നീ എന്നോട് അരുളി ചെയ്തതുപോലെ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ എന്റെ ജീവിതയാത്ര അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. പ്രിയ സഹോദര, സഹോദരി, നീയും ഞാനും, നമ്മളെല്ലാവരും ഈ ജീവിതയാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് നാഥനെ കണ്ടുമുട്ടണം. ആ നാഥനാരാണ്? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനെ കണ്ടുമുട്ടണം. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ജനിച്ചിരിക്കുന്ന ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ ഒരുപക്ഷേ നിന്റെ ജീവിതയാത്ര നീ അവസാനിപ്പിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ചാൻസ് നിനക്കില്ല. സ്വർഗത്തിൽ നിനക്ക് ദൈവത്തോടൊപ്പമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നീ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. എത്ര അത്ഭുതകരമാണല്ലേ! നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ ദൈവത്തെ കണ്ടുമുട്ടണം, ദൈവത്തോടൊപ്പം വാഴണം എന്ന് പറയുന്നവർ കരമുയർത്താമോ? സ്വർഗത്തിൽ ചെന്ന് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവത്തോടൊപ്പം നിത്യമായി വാഴുകയും ചെയ്യണമെങ്കിൽ ഭൂമിയിൽ ആ ദൈവം അയച്ചതായ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഇവിടെ വെച്ച് നാം കണ്ടുമുട്ടണം. നമ്മൾ അവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. നീ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ സ്വർഗത്തിൽ നിനക്ക് ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ സ്വർഗം ദൈവം വസിക്കുന്നതായ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മക്കൾ മാത്രമേ കാണുകയുള്ളൂ. അവിടെ പാപികൾക്ക് നിൽക്കുവാൻ കഴിയില്ല. അപ്പോൾ പാപികളായിരിക്കുന്നതായ മനുഷ്യർ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കണമെങ്കിൽ എന്താകണം? ദൈവത്തിന്റെ മക്കളായിട്ട് മാറണം. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ പാപികളായിരിക്കുന്നതായ നമ്മൾ വിശുദ്ധരായിട്ട് മാറണം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? പാപികളായിരിക്കുന്ന നമുക്ക് എങ്ങനെ വിശുദ്ധരായിട്ട് മാറുവാൻ കഴിയും? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വിശുദ്ധരാക്കി മാറ്റുന്നു. അതായത് പാപികളായ നമ്മെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായി ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ ഒഴുക്കിയതായ രക്തം എന്താണ് ചെയ്യുന്നത്? നമ്മെ വിശുദ്ധരാക്കി മാറ്റുന്നു. തൽഫലമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ വിശുദ്ധരായി മാറണം. വിശുദ്ധരായി മാറണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണമെങ്കിൽ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കണം.
ആരാണോ അവനെ, അതായത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്, അവരെ എല്ലാവരെയും തന്നെ ദൈവം തന്റെ മക്കളായി അംഗീകരിക്കും. അതായത് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ കൈക്കൊണ്ടാൽ നമ്മെ ദൈവം സ്വർഗത്തിൽ വെച്ച് അംഗീകരിക്കുവാൻ ഇടയാകും. നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആരെയാണ് അനുഗമിക്കേണ്ടത്? അവന്റെ പുത്രനെ അനുഗമിക്കണം. വലത്തോട്ട് പോകുവാൻ പാടില്ല, ഇടത്തോട്ട് പോകുവാനും പാടില്ല. അവനെ അനുഗമിക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവിന്റെ അടുക്കൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവന് മാത്രമേ ഭൂമിയിൽ നിന്ന് എന്നെയും നിന്നെയും പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. ഞാനും നിങ്ങളും സ്വർഗത്തിലേക്ക് പോകണമെന്നും നമ്മൾ സ്വർഗത്തിൽ നിത്യമായിട്ട് വസിക്കണമെന്നും ആഗ്രഹിച്ച് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ആരാണോ എന്റെ പുത്രനെ കൈക്കൊള്ളുന്നത് അവരെയെല്ലാം ഞാനും അംഗീകരിക്കും. സഹോദര സഹോദരി, ശിമിയോൻ പറയുകയാണ്, നാഥ, 29 വാക്യം, നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സമാധാനത്തോടെ നീ എന്നെ അയക്കുന്നു. ഞാൻ നിന്റെ പുത്രനെ കാണുവാനിടയായി. നീ അയച്ചതായ ലോകരക്ഷകനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അവൻ ആരാണ്? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. ഇതിനേക്കാൾ അധികമായി എനിക്ക് എന്താണ് വേണ്ടത്? ആരെയായിരുന്നു തിരഞ്ഞത്? രക്ഷകനെ തിരയുവാനിടയായി. രക്ഷകനെ കണ്ടുപിടിച്ചു. രക്ഷകനെ കാണാനിടയായി. രക്ഷകനെ കണ്ടുമുട്ടി. രക്ഷകനെ കണ്ടതിനു ശേഷം പറയുകയാണ്, ദൈവമേ, സമാധാനത്തോടെ എന്റെ യാത്ര ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. സഹോദര സഹോദരി, ഈ ലോകയാത്ര നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ അവസാനിപ്പിക്കണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് നീ രക്ഷകനെ കണ്ടുമുട്ടണം. ഈ ലോകത്തിൽ വലിയ വലിയ രാജ്യങ്ങളെ ഭരിച്ചതായ വലിയ ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു. പലരുടെയും അവസാനം ദാരുണമായിരുന്നു. ഹേരോദാവ് രാജാവ് യഹൂദ രാജ്യം മുഴുവനും അടക്കി ഭരിക്കാനിടയായി. എന്നാൽ അന്ത്യം തെരുവനായെപ്പോലെയായിരുന്നു. ശരീരം മുഴുവനും വ്രണമായിട്ട്, ശരീരം മുഴുവനും അഴുകി, കിഡ്നികൾ ഫെയിലായിപ്പോയി, ഒരു തരത്തിലുള്ള വിഭ്രാന്തി ഉണ്ടായിട്ട്, മറുവശത്ത് ഫിക്സ് ഉണ്ടായിട്ട്, വളരെ ദാരുണമായ ദൗർഭാഗ്യകരമായ ഒരു മരണം ലഭിക്കാനിടയായി. എവിടെയാണ് സമാധാനം? എവിടെയാണ് സ്വസ്ഥത? ദുഷ്ടന് സമാധാനം കാണില്ല എന്ന് ബൈബിളിൽ പറയുന്നു. ജോർജ് വിക്ട്ഫീൽഡ് എന്ന ദൈവദാസൻ വചനശുശ്രൂഷ കഴിഞ്ഞിട്ട് തന്റെ റൂമിലേക്ക് വന്നു. അല്പസമയം പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കു വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ സഹായിയായ ഒരു സഹോദരൻ വന്നു നോക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയപ്പോൾ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് കടന്നുപോകാനിടയായി. എത്ര വലിയ ഭാഗ്യമാണ്! എത്ര വലിയ അനുഗ്രഹമാണ്! ഒരു തരത്തിലുള്ള ഭീതിയുമില്ലാതെ നിർഭയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടുമെന്നറിയാമോ? യേശുക്രിസ്തു തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടൂ. പ്രിയ സഹോദര സഹോദരി, ഈ ശിമിയോൻ എന്ന ദൈവത്തിന്റെ ഭക്തൻ പറയുകയാണ്, എന്റെ രക്ഷകനെ ഞാൻ കണ്ടു, അത് മതി. സമാധാനത്തോടെ ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കാം. ചോദിക്കട്ടെ, നിന്റെ രക്ഷകനെ നീ കണ്ടുമുട്ടിയോ? നിനക്കുവേണ്ടി സ്വർഗത്തെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായ യേശുക്രിസ്തുവിനെ നീ കണ്ടുമുട്ടിയോ? ഒരുപക്ഷെ നീ അവനെ പരിചയപ്പെട്ടിട്ടില്ല എങ്കിൽ, അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അവനെ നിന്റെ കർത്താവായിട്ട് നീ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അവനെ നീ അനുഗമിക്കുന്നില്ല എങ്കിൽ, ബൈബിൾ അനുസരിച്ച്
നിനക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുകയില്ല. വഴി ഞാനാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു അരുളിച്ചെയ്തു. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ആരെ കണ്ടുമുട്ടണം? യേശുവിനെ കണ്ടുമുട്ടണം. ആരെയാണ് അനുഗമിക്കേണ്ടത്? യേശുവിനെ നമ്മൾ അനുഗമിക്കണം. ആരുടെ കൈയുമായി നമ്മൾ കരം കോർക്കണം? യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ, നമ്മുടെ മക്കളെ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടത്? ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കണം. ശിമിയോൻ യേശുക്രിസ്തുവിനെ കണ്ട സമയത്ത്, നാഥാ, ഇസ്രായേൽ മക്കൾക്ക് വരുവാനുള്ളതായ രക്ഷയെ ഞാൻ കണ്ടിരിക്കുന്നു, സമാധാനത്തോടെ വരികയാണ്. ഈ ലോകയാത്ര നമ്മൾ സമാധാനത്തോടെ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ കൈ ആരുടെ കയ്യിലായിരിക്കണം? പിതാവിൻ്റെ കയ്യിലായിരിക്കണം. നമ്മുടെ ജീവിതയാത്ര സമാധാനത്തോടെ മുൻപോട്ട് പോയി എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരം കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ക്രിസ്തുമസ് കഴിഞ്ഞതിന് ശേഷം, അതായത് നിന്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമായി ആട്ടിടയന്മാർ കടന്നുവന്നു, യേശുക്രിസ്തുവിനെ കണ്ടു, അവർ അവനെ നമസ്കരിച്ചു. ഉല്ലാസത്തോടെ നിന്റെ ജനനത്തെക്കുറിച്ചുള്ള സുവിശേഷം അനേകം ആളുകളോട് പ്രചരിപ്പിച്ചു. 8-ാമത്തെ ദിവസത്തിൽ മറിയയും യോസേഫും യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു പ്രതിഷ്ഠിക്കുവാനായിട്ട്. കർത്താവേ, ഓരോ മാതാവും ഓരോ പിതാവും തങ്ങളുടെ പ്രഥമ സന്തതിയെ, പ്രഥമ ഫലത്തെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം പ്രതിഷ്ഠിക്കുവാനായി. പ്രഥമ ഫലമാകട്ടെ, പ്രഥമ സമ്പാദ്യമാകട്ടെ, പ്രഥമ ലാഭമാകട്ടെ, തങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി നേടിയെടുക്കുന്നതായ സകലത്തെയും നിന്റെ കരത്തിലേക്ക്, നിന്റെ സന്നിധിയിലേക്ക് വന്നേൽപ്പിക്കുന്ന നല്ല മനസ്സ് ഞങ്ങൾക്കെല്ലാം നൽകണമേ. ശിമയോൻ നിന്റെ പുത്രനെ കാണുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചപ്പോൾ സന്തോഷത്തോടെ, നാഥാ, ഇസ്രായേലിന് വരുവാനുള്ള രക്ഷയെ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ സമാധാനത്തോടു കൂടി കടന്നുവരികയാണ്. ദൈവമേ, ഇവിടെ ഇരിക്കുന്നതായ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ അംഗീകരിക്കണം. യേശു നൽകുന്നതായ ക്ഷമ പ്രാപിക്കുവാനിടയാകണം. കർത്താവ് നൽകുന്നതായ രക്ഷയുടെ സന്തോഷത്തെ അംഗീകരിക്കണം. നിന്നെ തന്നെ അനുസരിക്കണം, നിന്നെ അനുഗമിക്കണം. തങ്ങളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവേ, നിന്റെ രാജ്യത്തെത്തിച്ചേരുന്നത് വരെയും നിന്നോടൊപ്പം നടക്കണം. ഇന്നാരൊക്കെയാണോ പറയുന്നത്, എൻ്റെ കരം പിടിക്കണമേ, എൻ്റെ കരം പിടിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ, കരത്തെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നത്, അവരെ കൈക്കൊള്ളണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.